ഞാൻ ഒരുപാട് പിടിച്ചിരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കും കഴിഞ്ഞു എന്ന് വിചാരിക്കും. പക്ഷെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതൊന്നും ആർക്കും മനസ്സിലാവില്ല. ഇതും കൂടെ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ അത്ര സുഖത്തിലല്ല ഗായ്സ്. എനിക്ക് 10 പറയാനുണ്ട്. അതിനു മുമ്പ് ഞാൻ എവിടെയാണെന്നുള്ളത് നിങ്ങളുടെ അടുത്ത് പറയാം. ഞാനിപ്പോൾ ഉള്ളത് ജോർദാനിലാണ്. ഇന്നലെയാണ് എത്തിയിട്ടുള്ളത്. ഞാൻ അതിന്റെ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ആക്കിയിട്ടുണ്ട് എത്തിയേണ്ടത്. പക്ഷെ ഞാൻ ഇവിടെ എത്തിപ്പെട്ടപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇത്രയും കാലം ട്രാവൽ ചെയ്തിട്ട് ഇതുവരെയും എനിക്ക് പറ്റാത്തൊരു പറ്റൽ ഇവിടെ പറ്റിയിട്ടുണ്ട്. അതിനെയൊക്കെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ എന്റെ ഈ ഒരു വ്ലോഗ് കൊളവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ പറ്റലും പറ്റിക്കലും ഒക്കെ ഞാൻ വേറൊരു വ്ലോഗിൽ പറയാം. Sorry? No, you can tell me. I'm in between the mic vlog. Okay, understand. Yes. Because now you have ticket, right? Yes. This ticket, okay, it's covered for horse riding. The horse is taking From here? Yes, from here. Okay. 20 minutes. After, the horse is taking you to the beginning of the climbing, and then you go walk 10 minutes exactly. My idea. Horse riding from here to? From here to the beginning of the climbing. No, I should pay, right? Yeah, because you pay tickets. You know, because I'm not saying for you million JD. No, I like to walk. Okay, but you know what? Because you come late. Will you take horses? It will be much better for you. You know, you don't understand. I didn't understand. ശരിയാ മോനെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല എന്നുള്ളത് എനിക്ക് ഇന്നലെ രാത്രി തന്നെ എത്തിയ ദിവസം തന്നെ മനസ്സിലായിട്ടുണ്ട്. അതാണ് മനസ്സിലായി. ഞാൻ പറഞ്ഞ ഒരു വ്ലോഗായിട്ട് നമുക്ക് പിന്നെ ചെയ്യാം. സോ ഞാനിപ്പോൾ എത്തിയിട്ടുള്ള ലോക അത്ഭുതങ്ങളില് 7 അത്ഭുതങ്ങളില് ഒരു അത്ഭുതം കാണാൻ വേണ്ടിയിട്ടാണ്. അറിയുന്നവർക്ക് അറിയാം, ജോർദാനിലുള്ള പെട്ര കാണുക എന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമാണ്. ലോകത്തിലെ 7 അത്ഭുതങ്ങൾ 2 ഞാൻ കണ്ടിട്ടുണ്ട്. ഒരെണ്ണം നമ്മുടെ ഇന്ത്യയിലെ താജ്മഹൽ, രണ്ടാമത് ഈജിപ്തിലെ പിരമിഡ്, ഗിസ ഓഫ് പിരമിഡ്. അത് രണ്ടും ഞാൻ കണ്ടതിന് ശേഷം എന്റെ ഒരു ആഗ്രഹമായിരുന്നു പെട്ര കാണണം എന്നുള്ളത്. അതെനിക്ക് 2026 ഈ ആദ്യത്തെ മാസം തന്നെ കാണാൻ പറ്റും എന്നുള്ളത് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല. അൽഹംദുലില്ലാ അതങ്ങനെ സാധിച്ചു. പിന്നെ വേറൊരു ദുരന്തം പിടിച്ച കാര്യം എന്ന് പറയുന്നത് ഈ എൻട്രി പോയിന്റ് എന്ന് ഈ പറഞ്ഞ പെട്ര എത്താൻ വേണ്ടിയിട്ട് 4 കിലോമീറ്റർ നടക്കണമെന്നാണ്. ഈ ഡക്ക് ഷൂസ് ഇട്ടിട്ട് ഞാൻ എങ്ങനെ അവിടെ എത്തും പറഞ്ഞുകൂടാ. അപ്പൊ അതെന്തുകൊണ്ടാണ് ഞാൻ 4 കിലോമീറ്റർ നടക്കാനുള്ളത് സമ്മതിച്ചെന്നുള്ളതെന്നൊക്കെ ഞാൻ ഇതിൽ പറയുന്നില്ല. ഒക്കെ നമുക്ക് വേറെ വ്ലോഗിൽ പറയാം. ഒത്തിരി പറയാനുണ്ട്. ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട്. ആ ധൈര്യത്തിൽ ഞാൻ നടക്കുന്നുണ്ട്. ലൈഫിൽ ഞാൻ ഇങ്ങനത്തെ റിസ്കുകളൊക്കെ എടുക്കുന്നത് ട്രാവൽ ചെയ്യുന്ന സമയത്താണ്. ഇതിനു മുമ്പ് താജിക്കിസ്ഥാനിൽ ഞാൻ പോയപ്പോഴും 2 കിലോമീറ്റർ നടന്നതിന്റെ വെപ്രാളം എടുക്കലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി കാണാനുള്ള പോയിന്റുകൾ എത്തുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, എന്തൊക്കെയാ എങ്ങനെയൊക്കെയാന്നൊക്കെ ഉള്ളത്. എന്റെ ഒപ്പം ഞാൻ കാണുന്ന കാഴ്ചകൾ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വ്ലോഗ് എടുക്കുന്നത്. ഇപ്പൊ ഞാൻ നടക്കുന്നത് സംസാരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നാമത് കയ്യിൽ വെള്ളം എടുത്തിട്ടില്ല. ഞാൻ മിക്കവാറും തിരിച്ചാകുമ്പോഴത്തേക്ക് 4 കാലിൽ പോകുന്ന അവസ്ഥയ്ക്കുണ്ട്. അപ്പൊ ശരി ഗൈസ്, വെൽക്കം ടു ജോർദാൻ. നോക്കിക്കേ, ചെമ്മരിയാടുകൾ. ഓ എൻ്റെ പൊന്നെ, എന്ത് സ്മെല്ലാ. സോറി ഗൈസ്, ഞാൻ അതിനെ അപമാനിച്ചതല്ല. അത്യാവശ്യം നല്ല സ്മെല്ലുണ്ട്. അയ്യോ, എന്ത് രസമാണ് കാണാൻ. നല്ല കൊമ്പുണ്ടുള്ളതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ എന്നെ പേടിയായിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി തടവി വന്നേനെ. നമ്മൾ ഇതിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് പിന്നെ കാണുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് കല്ലിൽ കൊത്തിയിട്ടുള്ള ഗുഹകളാണ് കാണുന്നത്. അതിൻ്റെ മെഗലിലുണ്ടല്ലോ ഒരു 4 പിരമിഡ്സ് വെച്ചിട്ടുണ്ട്. ഇത് രണ്ട് ഡിഫറെൻറ്റ് സ്റ്റോണാണ്. താഴെ കാണുന്ന ഈ ഒരു പോർഷനും ഒരു സ്റ്റോൺ കട്ട് ചെയ്തിട്ട് അവർ ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ മെഗലുള്ളത് ഒരു ഡിഫറെൻറ്റ് സ്റ്റോണാണ്. പിന്നെ ഇതിൻ്റെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു സംഭവം ഇവിടെ കാണുന്നുണ്ട്. ഞാൻ നോക്കി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ 4 കിലോമീറ്റർ നടന്ന് ഞാൻ എത്തത്തില്ല. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. ഒത്തിരി കാണാനുള്ള സംഭവങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നടക്കാൻ വേണ്ടി തീരുമാനിച്ചത്. കാരണം ഇലക്ട്രിക് കാർ ഉണ്ട്. ഇലക്ട്രിക് കാർ ഇപ്പം എൻ്റെ പുറകെ കൂടെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കാറിൽ കയറി കഴിഞ്ഞാൽ അവർ നമ്മളെ ആ ഒരു എൻട്രി പോയിന്റിന് നേരെ കൊണ്ട് എത്തിക്കുന്നത് പെട്രയുടെ ഫ്രണ്ടിലാണ്. പെട്രയുടെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് എവിടെയും അങ്ങനെ നിർത്താം. ഇപ്പം തന്നെ കണ്ടില്ല, ഈ ഒരു സ്ഥലത്തിൽ അവർ നിർത്തിയില്ല. അപ്പോൾ അവർ ഡയറക്റ്റ് അവിടെ കൊണ്ട് ഇറക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന് അഡീഷണൽ പേയ്മെന്റ് കൊടുക്കണം. ഇതിനകത്തുള്ള എൻട്രി എന്ന് പറയുന്നത് ഇതാ എൻ്റെ കയ്യിൽ കാണുന്ന ഈ ടിക്കറ്റ്സ് ആണ്. ഈ ടിക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 50 JD ആണ്. അതായത് ജോർദാനിയൻ ദിനാറാണ്. അത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മുന്നോട്ട് നടക്കില്ല. അത്യാവശ്യം ഉണ്ട്. അതിന്റെ പുറമെ നമ്മൾ ഗൈഡ് വെക്കണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ കൊടുക്കണം. ഇപ്പോൾ പോയി ഇലക്ട്രിക്കൽ ആ കാറല്ലേ, ആ കാറിൽ നമ്മൾ ബഗ്ഗി എന്ന് പറയും, അതിൽ പോകണമെന്നുണ്ടെങ്കിൽ 25 JD ആണ് അവർ പറയുന്നത്. അതായത് പോവുക, അവിടെ നമ്മൾ ഇറക്കി കഴിഞ്ഞ ശേഷം തിരിച്ചിങ്ങോട്ട് വരാം. ഇതിലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ മിസ്സായി പോകും. ഇവിടെ ചുറ്റും കാണുന്ന ഓരോ റോക്കിലും കുറേ ഗുഹകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്തൊന്നും കയറാൻ എനിക്ക് വയ്യ. കയറാൻ പറ്റുന്നതുകൊണ്ട് കയറാൻ പറ്റാതെ ദൂരം നോക്കുന്നതുകൊണ്ട് വളരെ മനോഹരമാണ്. അപ്പോൾ അടുത്ത പോയിന്റ് എത്തുമ്പോൾ ഞാൻ കാണിക്കാം. നോക്കിക്കേ, ഞാനിത് എവിടെ എത്തിയെന്നുള്ളത്. ഓ മൈ ഗോഡ്, 2 സൈഡിലും ഫേസ് ടു ഫേസ് ഇങ്ങനൊരു സംഭവം ഉണ്ട്. പിന്നെ ഈ 2 മലകളുടെയും ഇടയ്ക്കൂടെയാണ് നമ്മൾ ഇനി നടന്ന് മുന്നോട്ട് പോകാൻ പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ. ഈ കല്ലിങ്ങനെ കൊത്തിയിട്ടാണല്ലോ ഇങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ. ഇതൊരു പാറയല്ലേ, ഈ പാറ എനിക്ക് ഇങ്ങനെ കൊത്തി ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അതും ഏകദേശം ഒരു 3000-4000 വർഷങ്ങൾക്ക് മുന്നേ മീൻസ് ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ ഒരു അന്തവും കുന്തമില്ല. പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം നോക്കിക്കേ, ഇതിൻ്റെ ഇടയിൽ ഒരു വഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഭയങ്കര രസമുണ്ട് ഇടയ്ക്കൂടെ പോകാൻ. വെയിലുള്ള സമയത്ത് നമുക്ക് സൺഗ്ലാസ് വെച്ചാൽ മതി. അതർവൈസ് നമുക്ക് ഇതിൻ്റെ എക്സാക്ട് കളറും ഭംഗിയൊന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഇതിൻ്റെയൊക്കെ ഇടയ്ക്കൂടെയാണ് ഞാൻ പോകണമെന്ന് ആലോചിക്കുമ്പോൾ അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ 2 മലകളുടെ ഇടയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി എന്തോ വരുന്ന സൗണ്ട് പോലെ തോന്നുന്നുണ്ട്.
എനിക്ക് ഭയങ്കര പേടിയാവുന്നുണ്ടോ. നോക്കിക്കേ, മഞ്ഞുമൽ ബോയ്സൊക്കെ ഓർമ്മ വരുന്നു. നമുക്ക് ഫ്രണ്ടിലോട്ടുള്ള വഴി കാണാൻ പറ്റത്തില്ല. അതായത് നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടായിട്ട് ഇങ്ങനെ കാണിക്കും. ഫ്രണ്ടിൽ പോയിട്ട് നമ്മളിങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് വലത്തോട്ട് ഇടത്തോട്ട് പോകണം എന്നൊക്കെ കാണാൻ പറ്റുള്ളൂ. അതർവൈസ് ഈ ഒരു വഴി നമ്മൾ വന്നിട്ടുള്ളത് എങ്ങോട്ടാ തിരിയേണ്ടെന്ന് അറിയാഞ്ഞിട്ടാണ് കേട്ടോ. നടന്ന് തളർന്നു കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടേക്ക് ഇരിക്കാം. എൻ്റെ കാല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചത്തെന്ന് പറയുമ്പോൾ കാലിൻ്റെ വിരലിൻ്റെയൊക്കെ സൈഡൊക്കെ മരിച്ച് ഏറ്റിരിക്കുന്ന ഷൂ ഉണ്ടോ. ഫോട്ടോയ്ക്ക് നല്ല ഭംഗി കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടതാ. എനിക്കിതിലതിനപ്പുറം വരണം. ചേർത്തൊന്നും കിട്ടിയാൽ പോരാ. അല്ല, ഇതെന്തെങ്കിലും അഴിച്ചതിന് ശേഷം ഞാൻ കാണിക്കുന്നുണ്ട് എൻ്റെ കാലിൻ്റെ അവസ്ഥ എന്താണുള്ളത്. ഞാൻ നടന്നൊരു പരിവ് അയച്ചിട്ടുണ്ട്. ഇനി ബോറടിക്കാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞുതരാം. ഒരു ചരിത്രമാണ്. അത് ഏകദേശം തുടങ്ങുന്ന 6000 കൊല്ലം മുമ്പാണ് നമ്മുടെ ഈ ഒരു റോക്ക് സിറ്റി, ഈ സ്ഥലത്തിൻ്റെ റോക്ക് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഓ മൈ ഗോഡ്. ഓക്കെ പക്ഷേ നമ്മൾ നടന്ന് ഏകദേശം സ്ഥലത്തോട് എത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്ന ഒരു ചെറിയൊരു ഗ്ലിംസ് ഓഫ് പീസ് ആണ് ഞാൻ കണ്ടത്. ഞാൻ മുമ്പ് ആ ഒരു ചരിത്രം പറഞ്ഞില്ല. ഏകദേശം 6000 വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ നിന്ന് വന്നിട്ടുള്ള പലായനം ചെയ്ത് വന്നിട്ടുള്ള ആ ആളുകളെ പറയുന്നത് നബാറ്റിയൻസ് എന്നാണ്. അവരാണ് ഇപ്പം നമ്മൾ ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള ഈ പെട്ര അവർ നിർമ്മിച്ചിട്ടുള്ളത് അവരാണ്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 5000 വർഷത്തിന്റെ കാലപ്പഴക്കങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ സ്ഥലത്തിന് പിങ്ക് സിറ്റി എന്നും റെഡ് സിറ്റി എന്നൊക്കെ പറയാറുണ്ട്. റോക്ക് സിറ്റി എന്ന് പറയുന്നതിന്റെ ഒപ്പം തന്നെ എനിക്ക് ചിലർ കാണാൻ ഞങ്ങളെ കാണിക്കാട്ടോ. വ്യക്തി എനിക്ക് കാണാം. ആ ഇടയ്ക്ക് ഞാൻ കണ്ടത്. അപ്പോൾ ഒത്തിരി ഇതിൻ്റെ സ്റ്റോറിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ചരിത്രം പറയാൻ അധികം ഉദ്ദേശിക്കുന്നില്ല. കാരണം എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ കാണുന്ന സ്ഥലങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. എന്നാൽ ഒരു ചെറിയ ബേസിക് ആയിട്ടുള്ള നോളജ് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ ഞാൻ ഈ അറിഞ്ഞതിൽ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. ബാക്കി നിങ്ങൾ പോയിട്ട് ഗൂഗിളിലും തപ്പിക്കണ്ടെങ്കിൽ അറിയാൻ പറ്റും. നമുക്ക് പോയി കാണാം. പിന്നെ വേറെ കാര്യം 4 കിലോമീറ്റർ അവർ പറഞ്ഞത് വെറുതെയാണ്. കാരണം നമ്മൾ 4 കിലോമീറ്റർ കേൾക്കുമ്പോൾ ചാടി വീണിട്ട് അവരെ ബാക്കി ഇങ്ങനെ തന്നു നമ്മൾ കയറിയിരിക്കാന്ന് പറയുന്നത് വിചാരിച്ചിട്ടായിരിക്കും അവർ നമ്മളോട് അങ്ങനെ പറഞ്ഞത്. ഏകദേശം 1.5 കിലോമീറ്റർ ഉള്ളൂ. ഞാൻ അത്രയും നടന്നിട്ടുള്ളൂ. അപ്പോൾ തിരിച്ച് ഞാൻ നടന്നതിന് പോകുന്നു വിചാരിച്ചു. എൻ്റെ അടുത്ത് എൻ്റെ ഗൈഡ് പറഞ്ഞത് നടന്നിട്ട് പറ്റുന്നില്ലെങ്കിൽ തിരിച്ച് സെയിമിനല്ലേ കാണുന്നത്. അപ്പോൾ നടന്നു വരേണ്ട 15 ദിനാർ കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊണ്ടാക്കി തരുന്നു. അപ്പം അതും വേണ്ട എനിക്ക്. അതെന്തുകൊണ്ടാണ് ഞാൻ ഡിസിഷൻ എടുത്തെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അതെനിക്ക് ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്താൻ താല്പര്യമില്ല. നമുക്ക് വേറെ വ്ളോഗിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എന്തായാലും നിങ്ങൾ അത് കേൾക്കണം, നിങ്ങൾ അറിയണം. ചങ്കലീപിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. കരളൊഴിക്കുന്നത്, സോറി, ചങ്കല്ല, കരളും ചങ്ക ഒന്നാണോ എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാൻ അവിടത്തോട്ട് പോട്ടെ. എൻ്റെ അവിടെ എത്തിയതിനു ശേഷം ഞാൻ ബാക്കി കാണിക്കാം. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ ആ ലോകാത്ഭുതത്തിൽ ഒന്ന് കണ്ടു. ഞാൻ കണ്ടു. കണ്ണാടികളൊക്കെ കാണുന്നുണ്ടോ? ഇല്ല അല്ലേ, കാണില്ല. ഓ മൈ ഗോഡ്, അമ്മ എൻ്റെ കാലം. ഇത് കാണാനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നത് ഗൈസ്. Look at the view. ഓക്കെ, മാഷാല്ലാ. 5000 വർഷം പഴക്കമുള്ള ചെങ്കല്ലിൽ കൊത്തിയ, പെരുങ്കല്ലല്ല ചെങ്കല്ലിൽ കൊത്തിയ ഐറ്റമാണ് ഗായ്സ്. നോക്കിക്കേ, ഇതുപോലുള്ള ഒരു പരിക്കൻ പാറയാണ്. ആ പാറയിൽ നിന്നാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരിക്കലെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് നിങ്ങൾക്ക് വരണമെന്ന്? ഞാനൊക്കെ ഒരു ഫോട്ടോ ഏതെങ്കിലും സ്ഥലത്തിൻ്റെ കണ്ടെങ്കിൽ അത് വെച്ച് പൂജിക്കല ഇവിടെ പണിയിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒട്ടകമുണ്ട്. ഒട്ടകത്തിൻ്റെ മണ്ടിയിൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. ബട്ട് എനിക്ക് പേടിയാണ്, എൻ്റെ അടുത്തോടെ എൻ്റെ പേടിയാണ്. പാവമാണ്. ഞാൻ ഒട്ടകത്തിന് ഇത്ര അടുത്ത് കണ്ടിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇത്ര അടുത്ത് കാണുന്നത്. ഇതിന് സ്ഥിരമായിട്ട് ഇവിടെ എടുത്തിരിക്കാൻ തോന്നുന്നു. കാരണം ആര് വന്നു കഴിഞ്ഞാലും ഇവിടുത്തെ ഫോട്ടോയിൽ ഈ 2 ഒട്ടകം ഇവിടെ കാണാറുണ്ട്. അൽക്കാം. ആ ചെറുക്കനാണെങ്കിൽ കുറച്ച് ഫോട്ടോ അവനെ കാണുന്നില്ല, കാണാൻ പറ്റില്ല. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു തന്നത്. അതിൻ്റെ മണ്ടിൽ പോയിട്ട് എടുക്കാൻ അവന് വിളിച്ചിട്ടുണ്ട്. അല്ലാതെ പോലും എത്രയാണ് പിഴിഞ്ഞ് വാങ്ങിക്കാൻ വേണ്ടി പോകണമെന്ന്. ഇവിടെ വന്നിടം മുതൽ എൻ്റെ അവസ്ഥ ദുരവസ്ഥയാണ്. നമ്മൾ ഈ ഒരു നാരോ ആയിട്ടുള്ള വഴിക്കകത്തോടാണ് കേട്ടോ നമ്മൾ ഇവിടത്തോട്ട് എത്തിപ്പെട്ടത്. ആ ഒരു ഇടുക്കിൽ കൂടെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കുള്ള ആ ഒരു കാണുന്ന ഒരു വ്യൂ, അത് അവിടെ നിന്ന് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ അത് കാണിച്ചിടാവേ. ഞാൻ അത് കാണിച്ചിട്ട് ബാക്കി സംസാരിക്കാം. ലുക്ക്, നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വരുന്ന സമയത്ത് നമുക്ക് ഇതാദ്യം വിസിബിൾ ആയിരിക്കില്ല. പിന്നെ ഫുള്ള് ഇതിൻ്റെ പുറത്ത് ഇറങ്ങുമ്പോഴാണ് ഇത് കാണാൻ പറ്റുന്നത്. Look at the view. Oh my God. ഇവിടെ ഈ പയ്യൻ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ നല്ലൊരു വ്യൂ കിട്ടും. ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത് കാണാൻ ആഗ്രഹമുള്ളവർ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് കാണാം കേട്ടോ. 5 മണിക്ക് അവിടെ എത്താൻ പറഞ്ഞതാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ 5 മണിക്ക് എത്തത്തില്ല എന്നുള്ളത്. ഇവിടെ ഒരു പയ്യൻ എനിക്ക് കുറേ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അവന് ഇവിടുത്തെ കയ്യിലാണെന്ന് തോന്നുന്നു. അവസാനം എൻ്റെ അടുത്ത് എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ആ പൈസ ഇല്ല എൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ട്. ഞാൻ മണ്ണുറക്കി കൊടുക്കേണ്ടി വരും. കാരണം ഇവിടെ നിന്ന് ഓൾറെഡി നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുള്ള പൈസയുടെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. ഒത്തിരി പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, ഒരുപാട് പറയാനുണ്ട്. സോ ഇതാണ് ഇന്നും പോകാനുള്ള വഴീൻ്റെ അവസ്ഥ. നേരത്തെ പിന്നെ നടക്കുമ്പോഴത്തേക്കും സുഖം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒട്ടും സുഖമില്ല. ഒന്നാമത് തളർന്നു, രണ്ടാമത്തേത് ഇത് റോഡല്ല, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ജസ്റ്റ് ബൈ. This is the bit one style. You said this one? 1 dinar the gram of the silver. സിൽവർ സാധനമാണെന്ന് പറഞ്ഞ് തന്നു. Yes. ഈ കയ്യിൽ ഇട്ട് തന്നിട്ടുണ്ട്. ഒരെണ്ണം എനിക്കെല്ലാം ഇട്ട് തന്നെ വാങ്ങിക്കണം എന്ന് പറഞ്ഞിരിക്കും. Which one is 1 dinar? 1 dinar the gram. Oh. Yeah. Okay. Do you like? I don't have that much money. Except dollar. It's not expensive. No money, seriously. I have no idea about Jordan. This is 10 Jordanian dinar. 10. No money, seriously. How much could pay? Seriously, I don't have money. I make 3 for 20. 3 for 20. Good, but I 3 for 20. money. എൻ്റെ അവസ്ഥ എനിക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി വയ്യ. പൈസ ഇല്ലാണ്ടാണ് ഞാൻ ഇങ്ങനെ ഇവിടെ നടക്കുന്നത്. ഇവരതൊന്നും അറിയുന്നില്ല. അവസാനം ഇവരെ ഞാൻ തേച്ചൊട്ടിക്കും തോന്നുന്നു.
You want to see the Nabatean money? What? This is the Nabatean money here from Petra. Nabatean. Yes. Is this real? Yes, real, sure. This is we find it after the flash flood here in Petra. How did they give to you? This is 30 dinar. Look guys, ഇവിടുത്തെ പൈസ എന്നാണ് പറയുന്നത്. ഏകദേശം ഞാൻ പറഞ്ഞില്ല, ഒരു കാലഘട്ടം 5000-6000 വർഷങ്ങൾക്ക് മുന്നേ വന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന പൈസ എന്ന് പറയുന്നത്. ഇവർക്ക് എങ്ങനെ കിട്ടിയെന്നറിയില്ല. How you get it? From the tomb here. Tomb. Yes. So you're selling this, right? Yeah. If you're interested to buy it, good price. I already told you I have no money. Except No money, no money. Visa card. Card is also not enough of money is there. Yeah. ഞാൻ ഒരു പിച്ചക്കറിയാണെന്ന് അവസാനം പറയേണ്ടി വരും. അല്ലാ, പക്ഷേ ഇതിൻ്റെ അവസ്ഥ എനിക്ക് അറിഞ്ഞൂടോ. ഇവർക്ക് ആ പൈസ കിട്ടിയിരിക്കുന്നത് ഇവിടെ ഒരുപാട് ശവകുടീരങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ നമുക്ക് പോകുമ്പോൾ കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. അവിടെ നിന്ന് കിട്ടിയതാണെന്നാണ് ഇവർ പറയുന്നത്. ഈ കാണുന്ന ഇതില്ലേ, ഇതും അതിൻ്റെ മേഖലൊക്കെ കാണുന്നത് ഗുഹകളാണെന്ന് പറയുന്നത്. ഗുഹകൾ, ഇവിടെ ലോട്ട് ഓഫ് ഗുഹകളുണ്ട്. ഇവിടേക്ക് ഇവർ താമസിച്ചിരുന്നതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇവരോടൊപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു പൈസ അടക്കം ഇപ്പോൾ ഇതൊക്കെ അടച്ചു മൂടിയതാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് നമുക്ക് എൻട്രി ഇല്ല. എനിക്ക് കുറച്ച് ധൈര്യം ഉണ്ടെങ്കിൽ ഞാനത് കയറി കുറച്ച് ദിവസം നിന്നിട്ട് പയ്യൻ ഇറങ്ങിയേനെ. എൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ്. എനിക്കൊന്നും ധൈര്യമില്ല. രണ്ടാമത്തെ കാര്യങ്ങളിൽ പൈസ ഇല്ല. ഈ രണ്ടില്ലാത്തടത്തോളം നമ്മളോട് എത്താൻ പോകില്ല. അങ്ങനെ കുറേ സുവനിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് വാങ്ങിക്കണമെന്നുണ്ട് രണ്ടെണ്ണമെങ്കിലും. ഇത് എത്ര പറയുന്നു ഇവിടെ? ഹൗ മച്ച് ദിസ് വൺ? 2 dinar. 2 dinar. This is monastery. Monastery. This one you told me, right? Yes. Monastery. This is the best, you know. Here. ഇവിടെ എന്നെ കൊണ്ടുവന്ന് പറഞ്ഞതാണ്. എനിക്ക് തട്ടില്ല, ഇവിടെ പോകില്ല. This is the treasury. This is the treasury. വിച്ച് മീൻസ് പെട്ര. ഒരെണ്ണം എനിക്ക് എൻ്റെ നാട്ടിലെ വീട്ടിൽ വെക്കാനും ഒരെണ്ണം എൻ്റെ ദുബായിലെ വീട്ടിൽ വെക്കാനും. ഓക്കെ, 2 ദിനാറാണ് ഒരെണ്ണത്തിന്. അങ്ങനെ 4 ദിനാർ എഴുതിയാണ് ഗൈസ്. ഇതാണ് ഇവിടുത്തെ കറൻസി. ഓക്കെ, നമുക്ക് വീണ്ടും നടക്കാം ഗൈസ്. വീണ്ടും നടക്കാൻ ഇനിയും നമ്മുടെ ലൈഫ് ബാക്കി. കാലൊക്കെ പൊളിഞ്ഞ് ഞാൻ ഇല്ലാണ്ടായി. യെസ്, ഐ ഓൾറെഡി ബൈ ഇറ്റ്. I will give you good price. I will give you good price. ഓൾറെഡി അക്സെപ്റ്റ്. ഇത് ഞാൻ മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ അടുത്ത് വാങ്ങിക്കുവായിരുന്നടാ. നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരേ സമയത്ത് തന്നെ 8000 ആൾക്കാർക്ക് ഇരുന്നിട്ട് പരിപാടി കാണാൻ പറ്റിയിട്ടുള്ള ഒരു ആംഫി തിയേറ്ററിൻ്റെ മുന്നിലാണ്. ബട്ട് ഇപ്പോൾ ഞാൻ അതിനെ കാണിക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ ഇനി കുറച്ച് നടക്കാനുണ്ട്. അതിന് മുന്നേ ഇവിടെ കുറേ ശവകുടീരങ്ങളുണ്ട്. പാറ തിരിഞ്ഞിട്ടാണ് അവർ ഈ ശവകുടീരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞില്ലേ കറൻസി കിട്ടിയിരിക്കുന്ന ആ തോമ്പിൻ്റെ ഉള്ളിലാണെന്ന്. അപ്പം ഞാൻ ഇവനോട് പറഞ്ഞു എനിക്ക് അതിനകത്തൊന്ന് കയറണമെന്ന് കൊണ്ടുപോകുന്നുള്ളത്. ഇവൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് അലൗഡ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഈ ഹോളായിട്ട് ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കുന്നില്ലേ, ഈ തുറന്ന് വെച്ചിരിക്കുന്നതിൻ്റെ എല്ലാത്തിനകത്തും ശവങ്ങളുണ്ട്. അത് ഇന്നും ഇന്നലത്തെയും 10 വർഷം 100 വർഷത്തിനല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ളതാണ്. വല്ലാത്തൊരു സംഭവം തന്നെ. ഞാൻ നോക്കി കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് എൻ്റെ വെള്ള ഡ്രസ്സായതുകൊണ്ടേ എവിടെ നിന്നാലും കാണാൻ പറ്റും എന്നെ. മണ്ണൊക്കെ ഉണ്ടല്ലോ, പിങ്ക് കളറിലുള്ള മണ്ണാണ്. പിങ്ക് കളറാണ് മണ്ണൊക്കെ. ഗൈസ്, ഞാൻ ഓഫാക്കത്തില്ല. എൻ്റെ കൂടെ ഒരു അന്യപ്രശ്നമുള്ളതാണ്. അവിടെ ഞാൻ ഓഫാക്കില്ല. ഹലോ റൈഡ്. ഞാൻ ചെന്നെ വിളിച്ചു കൊണ്ടുപോകണം. ഹൗ ക്യാൻ വി ഗോ ഇൻസൈഡ്? ഗൈസ്, നോക്ക് ഇതൊക്കെ ഇവിടത്തൊക്കെ ഉണ്ട്. ആളുണ്ടേ. എന്നെ കൊണ്ടുപോകുന്ന പറഞ്ഞു. നോ, ഐ കാൺ. സ്മോൾ പ്ലേസ്. ആ കല്ലിൻ്റെ കളർ നോക്കിക്കേ, മൾട്ടി കളറാണ്. നോക്കിക്കേ. Is it sand? Yes, look. See the color? Yes. എൻ്റെ നഖം കൊണ്ടിട്ട് ഞാൻ തുറന്നെടുത്ത് ഇവിടെ ഒരു താജ്മഹൽ പണിയും. ഞാൻ ഇവിടെ തുറക്കാമോ? ഐ കാൻഡ്. ഗൈസ്, ഈ ഒരു ഹോളിനകത്തൂടെ അവൻ എന്നെ കയറാൻ പറയാണ്. ഐ കാൻ ഏബിൾ ടു ഗെറ്റ് ഇൻസൈഡ്. Or come from up here. ഞാൻ അകത്ത് കയറി. ഇവിടെ നിന്നിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നേ. My God. It's look like feather. No. ഇവിടെ എനിക്ക് നാച്ചുറലായിട്ട് അവന് മേക്കപ്പ് കിട്ടുന്നിട്ടുണ്ട്. എൻ്റെ കവളുണ്ടോ തൊടുത്തിരിക്കുന്നത്. അയ്യോ, അപ്പം ആ മേക്കപ്പ് ഇട്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവാണ്. കേസ് ഞാൻ നേരത്തെ പറഞ്ഞ ആംഫി തിയേറ്ററിലെ അതിൻ്റെ അടുത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതാണ് ഒരേ സമയത്തിൽ തന്നെ 8000 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ആ സംഭവം. ഇങ്ങനെ സെറ്റൽ എന്ന് പറയുന്നത് ഈ സ്ഥലത്തിനെ സെറ്റൽ. റോമൻകാർ കുറച്ച് കാലം ഇത് കൈയടക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇത് പണിതാണ് വിശ്വസിക്കപ്പെടുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ എവിടെയോ പഠിച്ചപ്പോൾ അത് കേട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവൻ എന്നെ ഷോർട്ട് കട്ടിൽ ഇവിടെ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കാരണം എനിക്ക് 5:45 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തണമായിരുന്നു. 6 മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് വേറെ സ്ഥലത്തോട്ട് പോവുകയാണ്. എനിക്ക് അറിഞ്ഞൂടാ തിരിച്ച് വന്ന വഴി നടന്നു കഴിഞ്ഞാൽ അവിടെ എത്തുമെന്നുള്ളത്. ബട്ട് ഇത് കാണാതെ പോകരുത് എന്നുള്ളത് എൻ്റെ ഒരു തീരുമാനമായിരുന്നു. ശരിക്കും ഇത് പിങ്ക് കളറിലാണ് ഉള്ളത്. ഇതെന്താണ് ഇതിനകത്ത് ഈ കളർ കാണുന്നത് എനിക്ക് അറിയാൻ പാടില്ല. ഇതെല്ലാം പിങ്ക് ആണ്. മണ്ണടക്കം പിങ്ക് കളറാണ്. ഇതിൻ്റെ കോൺട്രാസ്റ്റിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്ന് അറിയത്തില്ല. എൻ്റെ മുഖം ഉത്സവം നിങ്ങൾ കണ്ടില്ലേ? മേക്കപ്പ് ഇട്ടത് കണ്ടില്ലേ? പിങ്ക് കളറായില്ലേ? ആ മണ്ണ് എടുത്ത് തേച്ചിട്ടാണ് മുഖത്ത്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഈ കാണുന്ന ഈ ഹോൾസ് പോലെയുള്ള ഗുഹകൾ കണ്ടല്ലോ, ഈ ഗുഹകളിലൊക്കെ ശവങ്ങൾ ഉണ്ട് ഗൈസ്. ഐ മീൻ തോമ്പുണ്ടെന്നാണ് ഇവൻ പറയുന്നത്. ഇവനല്ല, ഞാൻ ഹിസ്റ്ററി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷേ ഇവിടേക്ക് ആൾക്കാർ താമസിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ എന്തെങ്കിലും അവശിഷ്ടം നമുക്ക് കിട്ടുന്നെങ്കിൽ നമ്മുടെ ലൈഫ് രക്ഷപ്പെടുന്നില്ല. എന്തിട്ടാണ് കുറേ എല്ലാം മുള്ളും കിട്ടും. അല്ലാണ്ട് നമ്മളെ ലക്കിന് ഒന്നും കിട്ടുന്നത് എനിക്ക് തോന്നില്ല. നോ, വി ആർ ഗോയിങ് വിത്ത് ദാറ്റ് പൂൾ. With the mule. The mule. I don't have cash. I already told you. Yes, you pay later in the visa. You arrive there in ATM. No, I don't have cash. എല്ലാ കുളത്തിലും ഞാൻ പറയും പിടിച്ചിരിക്കാൻ. എൻ്റെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ്. എനിക്ക് നടക്കാൻ പറ്റുന്നില്ല.
ശ്വാസം കിട്ടുന്നില്ല. കാരണം ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്തോട്ട് എത്തിയിരിക്കണമെന്ന് പറയുമ്പോൾ ഇത് ആ കാണുന്ന താഴ്ന്നില്ലേ, അവിടെ നിന്നാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവൻ എന്നോട് ഷോർട്ട് കട്ട് എന്നും പറഞ്ഞ് ഇവിടെ വിളിച്ചിട്ട് വന്നു. ഇപ്പോൾ അവനോട് പറയാം ഇനി ഞാൻ നടന്നു കഴിഞ്ഞാൽ ചത്തുവും. അതുകൊണ്ട് മ്യൂളിൽ പോകാൻ പറഞ്ഞു. മ്യൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പല്ല, കഴുതയാണ്. ദാ ഈ ബാക്കി കാണുന്ന സാധനമാണ്. എനിക്ക് നല്ല പേടിയുണ്ട്. കുതിരയാണെങ്കിലും പിന്നെ പേടില്ല, കാരണം ഞാൻ മുന്നേ കാശ്മീരൊക്കെ പോയപ്പോഴത്തേക്ക് പോയിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് കുതിരേനെ കണക്കിനുണ്ട്. ഇവ എന്നോട് പറഞ്ഞാൽ 10 ദിനാർ കൊടുത്തു കഴിഞ്ഞാൽ നിന്നെ അവരവിടെ കൊണ്ട് എത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഞാൻ പൈസ നോക്കിയിട്ട് കാര്യമില്ല. 10 ദിനാർ കൊടുത്തിട്ട് പോകാനാണ്. ഏകദേശം 50 ദിർഹംസ് വരും. 50 ദിർഹംസ് ആണ് ഇവിടെ നിന്ന് അവിടെ പോകാനായിട്ട്. ഇത് മുന്നേ നമ്മൾ കണ്ട ഇലക്ട്രിക് കാറിലാണെന്നുണ്ടെങ്കിൽ 15 ദിനാറാണ്. അത് പോയെങ്കിൽ മതിയായിരുന്നു. ഇപ്പോൾ വന്നാൽ മതിയായിരുന്നു. ബിക്കോസ് എനിക്ക് 6 മണിക്ക് ഇവിടെ നിന്ന് തിരിക്കണം. 1 മണിക്കൂർ എടുക്കാൻ സ്ഥലത്ത് താണ്ടി അത് ഞാൻ വേറൊരു ബ്ലോഗിൽ വരാം. ഒരുപാട് ഇവിടെ കാണിക്കാനുണ്ട്, ഇഷ്ടം എനിക്കിവിടെ കാണിക്കാനുണ്ട്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ വയ്യ ഒന്നാമത്. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ടല്ലോ. ഞാൻ അവന്റെ പേര് പോലും ഞാൻ ചോദിച്ചിട്ടില്ല. അവന് എങ്ങോട്ട് ഓടിപ്പോയി. ഇവിടെ എന്നെ രാത്രി മുഴുക്കം നിർത്തുമെന്ന് എനിക്ക് അറിയത്തില്ല. നല്ലൊരു പയ്യനായിരുന്നു. അവൻ എൻ്റെ അടുത്ത് കുറെ ഇങ്ങനെ പറഞ്ഞു. അവൻ്റെ അടുത്ത് പൈസ ഇല്ലടാ എൻ്റെ ഒരു എടുക്കില്ലടാ, എന്തെങ്കിലും എടുക്കില്ല. അപ്പോൾ അവന് കാർഡ് നിർത്താൻ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാർഡ് നിർക്കാനായിട്ട് കാർഡിലെ പൈസ ആദ്യം കഴിഞ്ഞു. സംഭവം 2 ദിവസമായിട്ടുള്ളൂ. ഞാൻ ഇന്നലെ വൈകുന്നേരം എത്തിയതാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരുപാട് കണക്കുകളൊക്കെ വഴിയെ വരുന്നതായിരിക്കും. ചിൽ ദെൻ ഞാൻ നോക്കട്ടെ, ഇവന്റെ സവാരിക്കാരനെ ഒന്ന് വിളിക്കട്ടെ. ഒറ്റയ്ക്ക് എന്നാലും പോകാൻ പറ്റില്ല, കാരണം എനിക്ക് വഴിയറിയില്ല, അതിന് വഴി അറിയുണ്ടാവില്ല. അപ്പോൾ എൻ്റെ സവാരിക്കാരനെ ഒന്ന് വരട്ടെ, എന്നിട്ട് നോക്കട്ടെ എന്താ അവസ്ഥ എന്നൊക്കെ ഉള്ളത്. Not 10 then. How can I? Come up here. Good guy, give you really. എനിക്കറിയാലോ. Your legs here. Then? Your hand here. Please hold this. Yeah. You got that. Then. شغل فيديو درب. شغل فيديو هذا. അങ്ങനെ ഞാൻ എൻ്റെ മണ്ടയ്ക്ക് ഇരുന്ന്. Are you coming with me? Yes. Yes. By walk? Huh? By walk? You? I ride. Slowly, huh? I'm a little bit afraid. Don't worry, I'm with you. It's okay. No. Slowly, huh? Slowly. എൻ്റെ അല്ലാ, എനിക്ക് വയ്യ എൻ്റെ പറ്റി. രണ്ട് കൈ പിടിച്ച് ഞാൻ ഇരിക്കണം, അല്ലെങ്കിൽ എൻ്റെ കട്ടയും കൂടെ മറന്നു. നോക്കിക്കേ, എൻ്റെ കൈയിൻ്റെ അടപ്പിളകി പിടിച്ചിട്ട് ചെറുതായിട്ടുണ്ട് പെയിൻ. ഇങ്ങനത്തെ ഏരിയകളിലൊക്കെ നമ്മൾ കുതിരപ്പുറത്തൊക്കെ പോകുമ്പോൾ നല്ല സുഖമാണ്. കാഴ്ചയൊക്കെ കണ്ടു പോകാൻ ഭയങ്കര രസമാണ്. രസമല്ലേ കാണാൻ? ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് പോയതായിരിക്കും അല്ലേ? Look, you see there? Monastery behind this mountain, you know? Which one? You see the last mountain there? Yes. Monastery behind it. Oh, okay. മിണ്ടാണ്ടിരുന്നോളി, ഓളി ഫെമിനിസ്റ്റ് ആണ്. Yeehaw! What's your name? ചോദിക്കാൻ പറ്റിയ സമയം. Jana. Dana. Your to name? meet you. Wi-Fi. Who's you connect? Wi-Fi? Wi-Fi. Who's you connect? This is my nickname. Okay. What's your real name? Rename Abdullah. Abdullah. നല്ല പേരും വെച്ചിട്ട് അങ്ങനെ വയറില ചെയ്ത്താൻ്റെ അടുത്ത് ചെയ്തോണ്ടിരിക്കണം. അതിൻ്റെ മുൻ എന്താണ് ഫാത്തിമ പറഞ്ഞത്? എന്താ പറഞ്ഞത്? വേറെ വഴിയില്ല എനിക്ക്. പോലത്തെ മനുഷ്യന്മാരൊക്കെ എങ്ങനെയാ എന്താ ചെയ്യാ? പക്ഷെ ഈ ഒരാൾക്ക് ആർക്കും കൊടുക്കുക വല്ലാത്ത മനുഷ്യന്മാരെ നിങ്ങളൊക്കെ കേട്ടാ. നാട്ടിൽ വല്ലവരിക്കണമെങ്കിൽ ഞാൻ ചെറുട്ട് വിളിച്ചാണ്. ഈ വഴി കണ്ടു കഴിഞ്ഞാൽ നോക്ക്, അന്റെ നാക്ക് പുഴുത്തു പോയിരിക്കാൻ വേണ്ടി ഞാൻ പടച്ചനെ വേണമെങ്കിൽ തേർക്കാം. ഈ തള്ളക്ക് വെട്ടുമൂത്തോലെ വേറെ ഒന്നും പറയാനില്ലേ? Look to the front there. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരുപാട് കൺട്രി വിസിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നല്ലൊരു അനുഭവമല്ല എനിക്ക് കിട്ടിയത്. ഞാനിവിടെ വരുന്നതിന് മുമ്പ് പറഞ്ഞത് ഇത് ഭയങ്കര സേഫസ്റ്റ് കൺട്രി ആണെന്നൊക്കെയാണ്. ബട്ട് മേ ബി എൻ്റെ ടൈം ശരിയല്ലായിരിക്കാം. ഞാൻ വന്ന വഴി നിങ്ങളെല്ലാവരും കണ്ടതല്ലേ.
ഒരിക്കലും നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ വന്ന വഴി ഒരിക്കലും ആരും തിരഞ്ഞെടുക്കരുത്. കാരണം ഇപ്പം ഞാൻ നിൽക്കുന്ന സ്റ്റേജിൽ നിങ്ങൾ നിൽക്കേണ്ടി വരും, എസ്പെഷ്യലി ഒറ്റയ്ക്ക് വരുന്നതുകൊണ്ട്. എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എന്താ സംഭവിച്ചെന്നും എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. ചില സമയങ്ങളുണ്ടല്ലോ നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. എൻ്റെ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ എനിക്ക് പ്രതികരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. എനിക്ക് അന്നേരം എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഈ സ്ഥലത്ത് എത്തിയാൽ മതി എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാതെ വന്നത്. ഐ എം നോട്ട് ഗുഡ്. Are you good? നോട്ട് ഗുഡ്. Why? No. What's happened? സോ ഗൈസ്, ഞാൻ ഇവിടെ തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട്. തിരിച്ചെത്തിയതല്ല, വേറൊരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം 2 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്തിട്ട് ഇപ്പോൾ വാദി മൂസ എന്നുള്ളൊരു സ്ഥലത്താണുള്ളത്. ഞാൻ രാവിലെ യാത്ര പുറപ്പെടുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു എന്നുള്ളത്. അവസാനിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇത്രയും ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കൺട്രി ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അറിയാത്ത ഭാഷകളായിരുന്നു, എന്നിരുന്നാലും സേഫായിട്ട് ഞാൻ തിരിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കൺട്രിയിൽ ഞാൻ വന്നിട്ട് എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേയൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആയാൽ തന്നെ നമ്മളത് കാണാതെ വിടും. കാരണം എന്താ വെച്ചാൽ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളെ കൂടെ ഉണ്ടാവും, നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ ഞാൻ വന്നിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോൾ എനിക്ക് അറിയില്ല എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന്. ആ സമയത്ത് ഞാൻ എൻ്റെ മാനത്തിനേക്കാളും എൻ്റെ ജീവനാണ് വാല്യൂ കൊടുത്തത്. കാരണം ചില സന്ദർഭങ്ങളിൽ നമുക്ക് മാനത്തിനേക്കാളും വലുത് ജീവൻ തന്നെയാണ്. എനിക്ക് അന്നേരം അങ്ങനെയാണ് തോന്നിയത്. എനിക്ക് എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നുള്ളത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്താണെന്നുള്ളത്. എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ. കുറേ ആളുകളൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ലേഡീസ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആളും പേരും അറിയാത്തൊരു സ്ഥലത്ത് ചെന്നിട്ട് ഒരാളെ വിശ്വസിച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. അതിനൊരു ഉദാഹരണമായിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. കാരണം അത്യാവശ്യം ധൈര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ ലൈഫിൽ എന്താ നടക്കണമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ഞാൻ മാക്സിമം കരയാതെ ഇതുവരെയും ഞാൻ എവിടെയും കരഞ്ഞൊരു വീഡിയോ പോലും ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ ഒരുപാട് പിടിച്ചിരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് കരഞ്ഞിട്ട് ആരടുത്തും ഇത് പറയാൻ വേണ്ടിയിട്ടൊട്ടും ആഗ്രഹമില്ല. ഞാൻ ആർക്കും ഇതുപോലത്തെ അവസ്ഥ വരാതിരിക്കട്ടെ, എസ്പെഷ്യലി ട്രാവലിങ്ങിനിടയിൽ. ഞാനൊരു കാര്യം ഉറപ്പിച്ചെൻ്റെ ലൈഫിൽ ഞാൻ ഒറ്റയ്ക്ക് എവിടെയും ട്രാവൽ ചെയ്തില്ല. ഞാൻ ഹാപ്പി ആയിട്ട് തുടങ്ങിയിട്ട് ഭയങ്കര വലിയ വിഷമത്തോടെയാണ് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. എനിക്ക് ഇത് നോക്കി സംസാരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഒരുപാട് എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ തരണം ചെയ്ത് വന്നിട്ടുണ്ട്. ഇതും ഞാൻ ഓവർകം ചെയ്യും. കാരണം അങ്ങനെ ഇങ്ങനെയൊന്നും വിട്ടുകൊടുക്കാനുള്ള ലൈഫല്ല. ഞാൻ ഒരുപാട് പോരാടിയാണ് ഇവിടെ വരെ. ഈ ദിവസം വരെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, എൻ്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കും കഴിഞ്ഞു എന്ന് വിചാരിക്കും. പക്ഷെ അത്ര ഈസി അല്ല ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു പെണ്ണായിട്ട് ജനിച്ചിട്ട് എസ്പെഷ്യലി ഒറ്റയ്ക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ലൈഫ്, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതൊന്നും ആർക്കും മനസ്സിലാവില്ല. നമ്മൾ എന്തെങ്കിലും ലൈഫിൽ അച്ചീവ് ചെയ്യുന്ന സമയത്തായിരിക്കും എല്ലാവർക്കും നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ വേണ്ടി ഉണ്ടാവുക. നമ്മളെ സങ്കടമൊന്നും എവിടെയും കാണിക്കാത്തതുകൊണ്ടാണ്. ഞാൻ ഇത് മനഃപൂർവ്വം കാണിക്കണമെന്ന് വിചാരിച്ചതല്ല. ഇതൊക്കെയും നമ്മൾ ലൈഫിൽ ഫേസ് ചെയ്യുന്നുണ്ട്. ഇതും കൂടെ നിങ്ങൾ അറിയണം. വെറുതെ ലൈഫിൽ ഹാപ്പിനെസ് കുറേ എല്ലാം നേടിയത് മാത്രമല്ല, ഒരുപാട് അനുഭവിച്ചിട്ടാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. അതാണ് സത്യം, റിയാലിറ്റി അതാണ്. നിങ്ങൾ കാണുന്നത് മാത്രമല്ല, ക്യാമറയുടെ പിന്നിൽ ഞങ്ങൾക്കൊരു ലൈഫുണ്ട്. ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും ഞാൻ കാണിക്കാറില്ല. ഇതിനേക്കാളും വലിയ പ്രശ്നം, ഇതിനേക്കാളും വലിയ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ലൈഫിൽ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും കാണിക്കാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാരണം നമുക്ക് എനിക്ക് കാണിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. സോ ദിസ് ഈസ് ദ റിയാലിറ്റി ഗൈസ്. ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. എനിക്കറിയില്ല, എൻ്റെ മൂഡൊന്നും ശരിയല്ല. എന്തായാലും ഒന്ന് ഉറങ്ങിയിരിക്കുമ്പോൾ ശരിയാവുമായിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.